ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ക്രാപ്പ് ബുക്കിൻ്റെ കവർ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 12 ഇഞ്ചിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ അറ്റം വരെ എത്തത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പേപ്പറിൻ്റെ സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പീസും കൂടെ ജസ്റ്റ് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ജോയിൻ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു ജോയിൻ വരുന്ന ഭാഗം കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊന്നിങ്ങനെ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്ത് മറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലുള്ള പേപ്പർ ടൂൾസ് വാങ്ങിയിട്ട് അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പേപ്പർ പാക്ക് ഒരു ലേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ലേസൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ച് ഭംഗി കിട്ടുന്ന രീതിയിലുള്ള പേപ്പർ പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ലേസ് ടൂളീസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഒട്ടിക്കുന്ന സ്റ്റോൺസ് നമുക്ക് ഇതുപോലെ സ്റ്റോൺസും കിട്ടും, അതുപോലെ തന്നെ ലേസുകളും കിട്ടും കേട്ടോ. വൈറ്റ് ലേസൊക്കെ വെച്ചാലും ഭംഗിയായിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നത് ബട്ടൺ ഹൗസ് ഉണ്ടാവില്ലേ, നമ്മൾ ഈ തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ബട്ടൺ ഹൗസുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ലേസുകൾ കൂടുതലായിട്ട് കിട്ടുക. ക്രാഫ്റ്റ് ഷോപ്പിനേക്കാളും കൂടുതൽ ലേസ് ഐറ്റംസൊക്കെ അവിടെയാണ് കൂടുതലുണ്ടാവുക. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സാണ്. അപ്പോൾ നമ്മൾ സ്ക്രാപ്പ് ബുക്കിലേക്ക് എപ്പോഴും നമ്മൾ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്ത പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഒരു ഫ്ലവർ വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ്. കുറച്ച് റേറ്റ് കൂടിയെങ്കിലും നമ്മൾ ബാക്കിയുള്ള നോർമൽ ഫ്ലവേഴ്സിനേക്കാളും കൂടുതൽ ഭംഗി ഉണ്ടാവുക ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ച് കൊടുത്താലാണ് ഭംഗി ഉണ്ടാവുക. ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതല്ലാതെ നമുക്കിങ്ങനെ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി നമ്മൾ ഫോട്ടോൻ്റെ താഴെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അത് എംബോസ് ചെയ്തൊരു ഗോൾഡൻ ഷീറ്റാണ് കേട്ടോ. കുറച്ച് ലീവ്സൊക്കെ എംബോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗോൾഡൻ ഷീറ്റാണ്. അത് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് നമ്മളുടെ ഫോട്ടോ വെക്കുന്നുണ്ട്. ഫോട്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നെയിം കൊടുക്കുന്നുണ്ട്. ആ നെയിമിൻ്റെ താഴെ നമ്മൾ ഇതുപോലെ ഗോൾഡൻ ഷീറ്റ് കൊടുക്കുന്നുണ്ട്. ഫോട്ടോ ഒട്ടിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ നെയിം ഒട്ടിക്കുമ്പോഴൊക്കെ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ഒന്നുകൂടെ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രാപ്പ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ചോദിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൂടെ താഴെ കൊടുക്കാം. താങ്ക് യു.